അല്ല ശ്രീ അരുണേ, എന്താണ് ഇവർ തിരുത്തുന്നത്? പാർട്ടിയാണ് തിരുത്തുന്നത്. പാർട്ടിയാണ് ഇത്രയും വലിയൊരു കോഴക്കേസ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നതിന് ശേഷം അത് പാർട്ടി പരിഹരിച്ചാൽ മതിയാവോ? ഇവിടെ നിയമവ്യവസ്ഥയില്ലേ, നിയമമില്ലേ, പോലീസില്ലേ? അതെന്തുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല? അപ്പോൾ നിങ്ങൾ പറയുന്നു ആരോപണമില്ല. അങ്ങനെ ഒരു ആരോപണമില്ല. പൈസ വാങ്ങിയില്ലെങ്കിൽ ഈ ഒരു ചർച്ചയിലേക്ക് വരുമോ? നിങ്ങളുടെ തന്നെ ഓഫ് റെക്കോർഡായി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മാധ്യമപ്രവർത്തകന്മാർക്ക് അറിയാലോ. എന്തുകൊണ്ടാണ് ആ വിഷയത്തിനകത്ത് ഇതൊരു തമ്മിലുള്ള മറ്റ് വിഷയമല്ലല്ലോ, കോഴയല്ലേ ഇതിന്റെ പ്രശ്നം? കോഴ വാങ്ങുകയാണ്. അപ്പോൾ കോഴ വാങ്ങാൻ PSC മെമ്പറാക്കാൻ പോലും 60 ലക്ഷം തന്നാൽ കോഴ വാങ്ങാൻ അങ്ങനെ ഒരു കോട്ടുളിക്ക് മാത്രം, ഈ പറയുന്ന കുത്തുളിക്ക് മാത്രം വിചാരിച്ചാൽ PSC മെമ്പർഷിപ്പ് കൊടുക്കാൻ പറ്റുമോ? ഇതിന് മുമ്പിൽ ആരെങ്കിലും ഉണ്ടാവില്ലേ? ഇതിന് മുന്നേ നേതൃത്വം ഉണ്ടാവില്ലേ? ഈ നേതൃത്വം അറിയാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമോ എന്ന് ചോദ്യമില്ലേ? അപ്പോൾ ഇത് പാർട്ടിക്കകത്ത് തീരുമാനിച്ച് ഒരാളെ നടപടി, അതിന്റെ പേരിൽ ഇവരുടെ വിഭാഗീയതയുടെ പേരിൽ നടപടിയെടുത്ത് മുമ്പോട്ട് പോയാൽ തീരുന്ന വിഷയമല്ല ഇത് എന്നുള്ളതാണ്. ഇത് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു. ഇത് പാർട്ടി വിഭാഗീയത കൊണ്ട് മാത്രം വാർത്തകൾ പുറത്തു വരുന്നപ്പുറത്തേക്ക് യഥാർത്ഥ അന്വേഷണം നടക്കുന്നില്ല. ആ അന്വേഷണം നടക്കേണ്ടത് പോലീസ് സംവിധാനമാണ്. അത് അന്വേഷിക്കാത്തതുകൊണ്ടല്ലേ ഈ പ്രശ്നം. അതാരാ അന്വേഷിക്കേണ്ടത്? അപ്പൊ അത്തരം വിഷയങ്ങളിലേക്ക് ഇത് പറഞ്ഞിട്ട് പോയ കാര്യമില്ല. ഇപ്പൊ ഇതൊരു വിഷയം മാത്രമല്ലല്ലോ. ഇപ്പൊ കേരളത്തിന്റെ ഈ ഒരു ഗവൺമെന്റ് ശേഷം വന്നുകൊണ്ടിരിക്കുന്ന പിൻവാതിൽ നിയമനങ്ങൾ ഓരോന്നും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ അഴിമതി കഥകൾ ഓരോന്ന് പുറത്തു വരികയല്ലേ? നടപടി ഉണ്ടാകുന്നുണ്ടോ? പാർട്ടി നടപടി ചിലപ്പോൾ ഇവരെടുക്കുമായിരിക്കും. ഞാൻ ഒറ്റൊരു കാര്യം കൂടി പറയും. ഇപ്പോൾ ഈ ചർച്ചയിൽ പറയുമ്പോൾ ഒരു കാര്യമാണ്. ഇപ്പോൾ CPMന്റെ നിങ്ങളുടെ റിപ്പോർട്ടറോടൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞാൽ മതി. ഇടുക്കി ജില്ലാ സെക്രട്ടറി വർഗീസിന്റെ മരുമകൾ ഡോക്ടർ ഒലിവിയ, അവർ അവിടെ DIC എന്ന് പറയുന്ന പിന്നെ ഡെന്റൽ വിഭാഗത്തിൽ മെഡിക്കൽ കോളേജിനകത്ത് ഇപ്പോൾ അവർ അവിടെ ജോലി ചെയ്യുകയാണ്. പക്ഷെ NHMൽ അവർക്ക് മെറ്റേണിറ്റി ലീവ് ഉണ്ട്. മെറ്റേണിറ്റി ലീവിലുള്ള ഒരാൾ മറ്റൊരു അതേ തസ്തികയിൽ പോയി ജോലി ചെയ്യുന്നു. അവിടെ ഇന്റർവ്യൂ പ്രഖ്യാപിക്കുന്നു, അല്ലെങ്കിൽ അവിടെ പിന്നെ ആളുകളെ ജോലിക്ക് വേണ്ടി അപേക്ഷ സ്വീകരിക്കുന്നു. ഡോക്ടർമാർ കേരളത്തിൽ മുഴുവനുള്ള ദന്ത ഡോക്ടർമാർ പോകുന്നു. പക്ഷേ അവിടെ അവർ പറയുന്ന വർഗീസിന്റെ മരുമകളുടെ അവർക്ക് ഒന്നാമത് റാങ്കാൻ നിങ്ങളത് അന്വേഷിച്ച് നോക്ക്. ഇത് വർഗീസിന്റെ മാത്രമല്ല, ഈ നടക്കുന്ന ഇത്തരം സംഭവങ്ങളിൽ PSC പരീക്ഷക്കകത്തായാൽ പോലും ഇത്തരം കാര്യങ്ങൾ അട്ടിമറി നടന്നിട്ടില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കാത്തത് കൊണ്ടാണ്. ഏത് രൂപത്തിൽ ആരോടൊക്കെ പണം വാങ്ങി എന്നതിനെ കുറിച്ച് നമുക്കറിയില്ലല്ലോ. ഈ വീണ ജോർജുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു ആരോപണം ഉണ്ടായല്ലോ. ഉന്നയിച്ച ആരോപണം വന്നതാരാ? CITയുടെ ഓഫീസ് സെക്രട്ടറി അല്ലേ? അത്തരത്തിൽ ഓഫീസ് സെക്രട്ടറിമാർക്ക് ഇത് കൈകാര്യം ചെയ്യണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആളുകളുടെ പിൻബലവും പിന്തുണയും വേണ്ടേ? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല ഈ വിഷയത്തിലാണെങ്കിൽ ഒരു ശബ്ദ സന്ദേശമുണ്ട്. ആ ശബ്ദ സന്ദേശം നടത്തിയിരിക്കുന്നത് പ്രമോദ് കോട്ടുളിയും ഈ ഹോമിയോ ഡോക്ടറുടെ ഭർത്താവും തമ്മിലാണ്. ആ ശബ്ദ സന്ദേശത്തിൽ 2 പ്രധാനപ്പെട്ട നേതാക്കളുടെ, യുവ നേതാക്കളുടെ പേര് പരാമർശിക്കുന്നുണ്ട്. ഇത് ജില്ലാ സെക്രട്ടറിക്ക് കിട്ടുന്ന ഘട്ടത്തിലാണ് ഈ അന്വേഷണത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ബോധ്യപ്പെടുന്നതും അന്വേഷണ കമ്മീഷൻ വരുന്നതുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിൽ തൻ്റെ പേര് കൂടി വലിച്ചിഴച്ചു എന്നതുകൊണ്ടാണ് മുഹമ്മദ് റിയാസ് ഈ വിഷയം ഓറലായി സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും അന്വേഷിക്കണമെന്ന് പറയുന്നത്. അതിനെ തുടർന്നാണ് അന്വേഷണത്തിന് വേഗം കൂടുന്നത്. അതാണ് ആ ഘട്ടം. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്. ഞാൻ ശ്രീ റിജിൽ ബാക്കൂട്ടിലേക്ക് തിരിച്ചു വരാം. പറഞ്ഞോളൂ. നിർത്തിക്കോളൂ. അല്ല, ഒരു മിനിറ്റ് അരുണേ, ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ മുഹമ്മദ് റിയാസിനേക്ക് ആരോപണം വരുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ടല്ലോ. ഈ നാട്ടിനകത്ത് നിങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട AI ക്യാമറ വിവാദം എത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്. പിന്നെ അതോടൊപ്പം ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി. അതോടൊപ്പം തന്നെ കിത്ത വാങ്ങിയത് മുഹമ്മദ് റിയാസിന്റെ ഭാര്യയായ പിണറായി വിജയന്റെ മകൾ വാങ്ങിയ 1,72,00,000 കിത്തയുമായി ബന്ധപ്പെട്ട വിഷയം. ഇതൊക്കെ തന്നെ അദ്ദേഹം നിൽക്കുമ്പോൾ എല്ലാം ആ കുടുംബത്തിലേക്ക് പോകുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അപ്പൊ അവിടെയാണ് ഇപ്പൊ BJP ഒരു കാര്യം കൂടി പറയാം. BJP വക്താവിന് ഇതിനകത്ത് യാതൊന്നും പറയുന്ന അർഹതയില്ല. ഏറ്റവും വലിയ മാളത്തിലേക്കാണ് അവർ കൈയിട്ടത്. നീറ്റ് പരീക്ഷയുടെ വിശ്വാസ്യത തകർത്തൊരു ഭരണകൂടം ഈ രാജ്യത്തിനകത്ത് ഈ സർക്കാരല്ലേ അതിനകത്ത് നിലപാട് സ്വീകരിച്ചില്ല. അവിടെ BJPക്ക് നിങ്ങൾ ചേട്ടൻ ഭാവി അനിയൻ ഭാവിയാണ്. അരുൺകുമാർ പറഞ്ഞൊരു കാര്യം കൂടി ഞാൻ പറയാം. മോഡിഫൈഡ് രാമക്ഷേത്ര ചോർച്ച പോലും ഉണ്ടായി. പ്രകാശ് രാജ് പറഞ്ഞതുപോലെ 2014 പാലം വന്നാൽ മഴ വരുമ്പോൾ പാലത്തിനടുത്ത് നിൽക്കില്ല എന്ന് പോലും പറയുന്ന അവസ്ഥയിലേക്ക് രാജ്യം മുഴുവൻ അഴിമതിയുടെ ചോർച്ചയുടെ വക്കിൽ നിൽക്കുന്ന ഒരു പാർട്ടിക്ക് ഇവിടെ CPMനെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? അതോടൊപ്പം തന്നെ സുരേന്ദ്രന്റെ മകൻ കയറിയിട്ടുള്ള നിയമനം ഉണ്ടല്ലോ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പിൻവാതിൽ നിയമനം നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഏതാണ് പാലാരിവട്ടെ? അതെ, ഞാൻ പറഞ്ഞു വന്ന് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. പാലാരിവട്ടവുമായി ബന്ധപ്പെട്ട് ഒന്നുമില്ലല്ലോ. സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. താങ്കൾക്ക് ശ്രീ ജയചന്ദ്രൻ.